സംസ്ഥാനത്തെ ദേശീയപാത തകർച്ചയിൽ നടപടി ഒരു കമ്പനിക്കെതിരെ മാത്രമായി ഒതുക്കരുത് എന്ന് പറയുകയാണ് ഷാഫി പറമ്പിൽ MP. KNRന്റെ കൂടാതെയുള്ള കമ്പനികൾക്കെതിരെയും നടപടി വേണമെന്നും മറ്റ് സ്ഥലങ്ങളിലും നിർമ്മാണത്തിൽ അപാകതയുണ്ടെന്നും ഇക്കാര്യം നേരത്തെ ചൂണ്ടിക്കാട്ടിയതാണെന്നും ഷാഫി പറമ്പിൽ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. തകർച്ചയുണ്ടായപ്പോൾ റീൽസ് എടുത്തവരെ കാണാനില്ലെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു. വാക്കുകളിലേക്ക്. ഒരു വർഷം മുമ്പുണ്ടായ മഴയിലുണ്ടായ എല്ലാ ദുരന്തങ്ങളും അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതാണ്. അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നിട്ട് അതിന് പരിഹാരം ഉണ്ടാവണമെന്ന് പറഞ്ഞതാണ്. ഈ ടെക്നോളജി ഇവിടത്തേക്ക് ഫീസിബിൾ അല്ല എന്നുള്ളത് അറിയിച്ചതാണ്. അതൊക്കെ പറഞ്ഞിട്ടും അറിയിച്ചിട്ടും ഇതുവരെയും ഒരു നടപടി ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുര്യാട് തന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം. അതിങ്ങനെയൊക്കെ പണിയൊക്കെ തീർത്തിട്ട് റീൽസ് എടുത്ത് പുറത്ത് വിട്ടത് കൊണ്ടാണ് അത് ഇത്രയും വലിയ പ്രശ്നമായിട്ട് ജനങ്ങൾ അറിഞ്ഞത്, അവിടെ ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഇത് വലിയ മത്സരം നടക്കുന്നതിൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയിട്ടാണ്. ഇതിൻ്റെ റെസ്പോൺസിബിലിറ്റിയുടെ കാര്യത്തിൽ ആർക്കും മത്സരമില്ല. ഇപ്പോൾ ചില നടപടികൾ എടുത്തിട്ടുണ്ട്. അതിന് ഉള്ളിൽ നിൽക്കാവുന്ന കാര്യങ്ങളല്ല സംഭവിച്ചിട്ടുള്ളത്, അതിൻ്റെ അപ്പുറത്തേക്കും കാര്യങ്ങൾ പോകണം. ഈ നാട്ടിലെ ജനങ്ങളുടെ കോടിക്കണക്കിന് രൂപയായിട്ട് നികുതി പണമല്ല ഇവിടെ ചെലവഴിക്കപ്പെടുന്നത്. അതിങ്ങനെ ഇടിഞ്ഞു പൊളിഞ്ഞു വീണത് മണ്ണും ടാറും മാത്രമല്ലല്ലോ, ജനങ്ങളുടെ നികുതി പണം കൂടിയല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ജനപ്രതിനിധികൾ പറയുന്നത് കേൾക്കണം, നാടിനെയും മണ്ണിനെയും അറിയുന്നവർ പറയുന്നത് കേൾക്കണം, MLA മാർ MP മാർ ജനപ്രതിനിധികൾ ഇവർ പറയുന്ന ഒന്നും കേൾക്കണ്ട. ഇത് എത്രയും പെട്ടെന്ന് അങ്ങ് ഉദ്ഘാടനം ചെയ്തിട്ട് അതിൻ്റെ ക്രെഡിറ്റ് എടുത്താൽ മതി എന്നുള്ളത് ഇവരും ഞങ്ങളാണെന്ന് അവരും. നമ്മളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറയാന്നേ. അവിടെ പാർലമെൻറ്റിൽ എത്രയോ തവണ ഉന്നയിച്ചു, കത്ത് കൊടുത്തു, ഇവിടെ NHAയോട് പറഞ്ഞു, അവരുടെ പ്രൊജക്ട് ഡയറക്ടർ ഉൾപ്പെടെയുള്ള ആൾക്കാരെ മീറ്റിങ്ങിൽ പറഞ്ഞു, അവരെ കൊണ്ടുവന്ന് സൈറ്റ് വിസിറ്റ് നടത്തി, ഇവിടുത്തെ PWD സംവിധാനങ്ങളോട് പറഞ്ഞു. ഞങ്ങൾക്ക് ഇപ്പോൾ ആരും ഇത് മുടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ, എല്ലാവരും ഇത് വരണമെന്ന് ആഗ്രഹിക്കുന്നവരല്ലേ. മൂക്കുമുറിച്ച് ശകുനം മുടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലല്ലോ, ഇത് വരണം എന്നല്ലേ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മളെന്താ പറയുക, പ്രശ്നം പരിഹരിക്കണം എന്നല്ലേ പറയുന്നത്. ഇങ്ങനെ വലിയൊരു ദുരന്തം ഉണ്ടായാലേ പാഠം പഠിക്കുള്ളൂ എന്ന് പറഞ്ഞ് കാത്തു നിൽക്കണോ?